ദുഃഖവും സന്തോഷവും രാത്രിയും പകലും പോലെയാണ്. സന്തോഷത്തിൽ നിന്ന് ദുഃഖത്തിലേക്കും ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും ഒരുപാട് ദൂരമില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാം തകർന്നെന്ന് നിരാശപ്പെട്ടിരിക്കരുത്. നിങ്ങൾക്ക് ഭാവിയിൽ സന്തോഷിക്കണമെങ്കിൽ ഇന്നത്തെ ജീവിതം നന്നായിട്ട് ജീവിക്കുക. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് നടക്കാൻ ഭയപ്പെടരുത്. കഷ്ടതയും ആപത്തും മനുഷ്യനെ പഠിപ്പിക്കുന്ന ചങ്ങാതികളാണ്. സാഹസത്തോടെ അതിനെ നേരിടുന്നവർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. ആരെയും സംസാരിക്കാനായി നിർബന്ധിക്കരുത്. ഇഷ്ടമുള്ളവർ നമ്മുടെ കൂടെ കാണും, അല്ലാത്തവർ പോകേണ്ടവരാണ്. പിടിച്ചു വാങ്ങുന്ന ഒന്നിനും വില കാണില്ല. ഞാൻ നിസ്സാരക്കാരനാണ്, എനിക്കൊരു കഴിവുമില്ല. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്നോർക്കുക, നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ലോകത്തെ സൃഷ്ടിക്കുന്നത്. ഒരു പ്രാവശ്യം ജയിക്കാനായി നിങ്ങൾ പല തവണ തോൽക്കേണ്ടി വരും. എല്ലാത്തിനും പരാതി പറഞ്ഞ് നടക്കുന്നവർ വിജയം അർഹിക്കുന്നില്ല. നമ്മളിൽ ഓരോരുത്തരുടെയും ജീവിതം വളരുന്നതും താഴുന്നതും നമ്മുടെ ധൈര്യവും ആത്മവിശ്വാസവും എത്രത്തോളം നമ്മളിലുണ്ടോ അതനുസരിച്ചായിരിക്കും. കുറവുകൾ കൊണ്ട് അവഗണിക്കുന്നവരുടെ മുന്നിൽ കഴിവ് കൊണ്ട് ജയിച്ചു കാണിക്കണം. പരസ്പരം കേൾക്കാനുള്ള സമയവും പരിഗണിക്കാനുള്ള ക്ഷമയുമുണ്ടെങ്കിൽ ജീവിതം എപ്പോഴും മനോഹരമായിരിക്കും. ഈ ലോകത്ത് ചുറ്റുമുള്ളവരെ ഒരുപാടങ്ങ് ആശ്രയിക്കരുത്. കാരണം കൂരിരുട്ടിൽ നിങ്ങളുടെ നിഴൽ പോലും നിങ്ങളെ ഉപേക്ഷിക്കുന്നു. കുഞ്ഞു കുഞ്ഞു വാശികൾ നല്ലതാണ്, ആരെയും തോൽപ്പിക്കാനല്ല, എന്നാൽ നമുക്ക് ജയിക്കാനുമല്ല, സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കാനാണ്. നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചാൽ ആ വ്യക്തിയെ കുറ്റപ്പെടുത്തരുത്. നിങ്ങൾ അവരിൽ നിന്നും കൂടുതൽ പ്രതീക്ഷിച്ചതിനാൽ നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തുക. ആരിൽ നിന്നും ഒന്നും ആഗ്രഹിക്കാതിരിക്കുക എന്നതാണ് നമ്മുടെ മനസ്സിന് നമുക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം. അകറ്റി നിർത്തേണ്ടവരെ അകറ്റി തന്നെ നിർത്തുക. അല്ലെങ്കിൽ അത് വീണ്ടും നമ്മളിലേക്ക് തന്നെ വന്നാൽ നമ്മുടെ നാശത്തിലേക്കുള്ള വഴി തുടങ്ങിക്കഴിഞ്ഞു എന്നതാണ്. മുഖത്ത് നോക്കാതെ സംസാരിക്കുന്ന ഒരാളെയും വിശ്വസിക്കരുത്. കാരണം അവരുടെ മനസ്സിൽ നിറയെ കള്ളത്തരങ്ങളായിരിക്കും. മനുഷ്യരെ കരയിപ്പിക്കാൻ 2 മാർഗങ്ങളുണ്ട്. ഒന്നുകിൽ വേദനിപ്പിക്കുക, അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന സ്നേഹം കൊടുക്കുക. മനുഷ്യരെ ഓർത്ത് കരയുകയും ജീവിച്ചിരിക്കുന്നവരെ കരയിപ്പിക്കുകയും ചെയ്യുന്നത് മനുഷ്യൻ്റെ വലിയ വിചിത്രമായ ഒരു സ്വഭാവമാണ്. നമ്മുടെ മോശപ്പെട്ട സമയം എന്നത് നമുക്ക് ചുറ്റുമുള്ളവരുടെ സ്വഭാവത്തെ മനസ്സിലാക്കാനുള്ള ഒരു സമയം കൂടിയാണെന്ന് ഓർക്കുക. ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങളെ തകർത്താനല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെയും ശക്തിയെയും ഉണർത്താനാണ്. ഉള്ളിൽ മുഴുവൻ പൊട്ടിത്തകർന്നു നിൽക്കുമ്പോഴും ഒരു വേദനയും മറ്റുള്ളവരെ അറിയിക്കാതെ മുഖത്ത് ചിരി വരുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. വലിയ തോൽവികൾക്ക് ധൈര്യപ്പെടുന്നവർക്ക് മാത്രമേ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുകയുള്ളൂ. എന്നും കൂടെ ഉണ്ടാകുമെന്ന് വാക്കു പറഞ്ഞുപേക്ഷിച്ചു പോയവരെയല്ല, ഒരു നിബന്ധനകളും വെക്കാതെ കൂടെ നിൽക്കുന്നവരെയാണ് ചേർത്തു നിർത്തേണ്ടത്. ഹൃദയത്തേക്കാൾ വലിയൊരു ഡയറി ഈ ലോകത്ത് വേറെയില്ല. കാരണം അതിരില്ലാത്ത സ്വപ്നങ്ങളും സഫലീകരിക്കാത്ത മോഹങ്ങളും ആരെയും അറിയിക്കാത്ത നോവുകളും അതുപോലെ രഹസ്യങ്ങളും സങ്കടങ്ങളും എഴുതി സൂക്ഷിക്കാൻ പറ്റിയ വലിയൊരു ഡയറി ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല. ഒരു പെണ്ണ് ഭാഗ്യവതിയാകുന്നത് കാശുള്ള ഒരാളെ വിവാഹം കഴിക്കുമ്പോഴോ സ്നേഹിച്ച ആളെ സ്വന്തമാക്കുമ്പോഴോ അല്ല, മരണം വരെയും സ്നേഹവും സമാധാനവും നൽകുന്ന ഒരു പുരുഷൻ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ്. ഒരു പ്രശ്നം വരുമ്പോൾ ആദ്യം കുറ്റപ്പെടുത്താനേ എല്ലാവരും ശ്രമിക്കൂ. എന്നാൽ ആ സമയം നമ്മുടെ കൂടെ ആശ്വാസമായി നിൽക്കുന്നവരെയാണ് നമ്മൾ ജീവിതത്തോട് ശരിക്കും ചേർത്ത് പിടിക്കേണ്ടത്. ഒറ്റപ്പെടും, പരാജയപ്പെടും, പുച്ഛിക്കപ്പെടും. അപ്പോഴും തളരരുത്. കാരണം വിജയിച്ചവരൊന്നും നന്ദി പറഞ്ഞിട്ടുള്ളത് അപമാനിച്ചവരോടാണ്. 99 കാര്യങ്ങൾ നിങ്ങൾ ഒരാൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ 100ാമത്തെ കാര്യം ചെയ്തില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അത്രയ്ക്ക് നന്ദി കെട്ടവരാണ് ചില മനുഷ്യർ. മറ്റൊരു പുരുഷനുമായി ബന്ധമുള്ള ഒരു സ്ത്രീയാണ് സ്വന്തം ഭർത്താവിനോട് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക.